നിഗൂഢതകളുടെ രാജ്യമാണ് ഉത്തര കൊറിയ. അവിടെ ജീവിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് ആ രാജ്യമാണ് അവരുടെ ലോകം. ആ രാജ്യം വിട്ട് പുറത്തു പോവാൻ അവർക്ക് അവകാശമില്ല. അവിടെ ജീവിക്കുന്ന ജനങ്ങൾ ആ രാജ്യം ഭരിക്കുന്ന ഏകാധിപതിയുടെ അടിമകളാണ്. ജനങ്ങൾ എതിർത്ത് സംസാരിക്കുകയോ പ്രതിഷേധം അറിയിക്കുകയോ ചെയ്താൽ പിന്നെ അവരുടെ ജീവിതം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലായിരിക്കും. സ്വന്തമായി ചിന്തിക്കാനോ തീരുമാനങ്ങൾ എടുക്കുവാനോ അവർക്ക് അവകാശമില്ല. ഗവൺമെൻറ് തീരുമാനിക്കുന്നതനുസരിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ട പാവം മനുഷ്യർ. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനോ എന്തിന് ഇഷ്ടമുള്ള രീതിയിൽ തലമുടി മുറിക്കുവാൻ പോലും അനുവാദമില്ലാത്ത ദയനീയ മനുഷ്യർ ജീവിക്കുന്ന ഉത്തര കൊറിയ. എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും അവരുടെ തലമുറകൾ വരെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യത്വരഹിത ഭരണമുള്ള ഉത്തര കൊറിയ. അങ്ങനെയുള്ള ഉത്തര കൊറിയയിലേക്ക് ഒരു വിനോദസഞ്ചാരത്തിന് വേണ്ടി വന്ന അമേരിക്കൻ സ്റ്റുഡൻറ്റിന് സംഭവിച്ച ഒരു തെറ്റ്, ആ തെറ്റിന് ആ രാജ്യം കൊടുത്ത മനസ്സ് മരവിപ്പിക്കുന്ന ശിക്ഷയുടെ കഥ. ആ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഹിസ്റ്റോമീറ്ററിലേക്ക് സ്വാഗതം. ആയിരത്തി 1994 ഡിസംബർ 12 അമേരിക്കയിലെ സിൻസിനാറ്റിയിൽ സിൻഡി വാമ്പയർ, ഫ്രെഡ് വാമ്പയർ എന്നീ ദമ്പതികളുടെ മകനായിട്ടാണ് ഓട്ടോ ഫെഡറിക് വാമ്പയർ ജനിച്ചത്. അതിസമ്പന്നമായ കുടുംബമൊന്നുമായിരുന്നില്ല വാമ്പയറിൻ്റേത്. എങ്കിലും അവൻ പഠനത്തിൽ വളരെ മിടുക്കനായിരുന്നു. അതിനാൽ തന്നെ 2ാം റാങ്കോടെയാണ് വാമ്പയർ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയത്. ഉപരിപഠനം യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയയിലായിരുന്നു. 2015 സ്റ്റഡി എബ്രോഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഹോങ്കോങ്ങിലേക്ക് പോവുകയും അവിടെ നിന്ന് കുറച്ച് സുഹൃത്തുക്കൾക്കൊപ്പം ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഉത്തര കൊറിയയിലേക്ക് ഒരു വിനോദയാത്ര പ്ലാൻ ചെയ്യുകയും ചെയ്തു. ഇതിനായി അവർ യങ് പൈനിയർ എന്ന ചൈനീസ് ടൂർ കമ്പനിയെ സമീപിച്ചു. $1000 നൽകി അവർ ഉത്തര കൊറിയയിലേക്ക് യാത്ര ആരംഭിച്ചു. എന്നാൽ വാമ്പയറിൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയില്ലായിരുന്നു തങ്ങൾ വാമ്പയറുമൊത്തുള്ള അവസാന യാത്രയാണ് ഇത് എന്ന്. 5 ദിവസത്തെ യാത്രയായിരുന്നു അത്. 2016 ജനുവരി 2 തിരിച്ചു വരുന്ന രീതിയിലായിരുന്നു ടൂർ പ്ലാൻ ചെയ്തിരുന്നത്. ഹോങ്കോങ്ങിൽ നിന്നും ചൈനയിലെ ബീജിങ്ങിൽ എത്തിയതിനു ശേഷം അവിടെ നിന്നായിരുന്നു ഉത്തര കൊറിയയിലെ പ്യൂങ്ഗാങ് എയർപോർട്ടിലേക്കുള്ള അവരുടെ വിമാനം. എയർപോർട്ടിലെത്തിയ അവരെ ടൂർ കമ്പനി നേരെ കൊണ്ടുപോയത് ഉത്തര കൊറിയയിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടലായ ഇയാങ് കൊക്കോ ഇൻ്റർനാഷണലിലേക്കാണ്. അവിടെ എത്തിയ അവരോട് ടൂർ ഗൈഡ് ചില നിർദ്ദേശങ്ങൾ നൽകി. ഈ രാജ്യത്ത് ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ചിലത് ഇങ്ങനെയായിരുന്നു: നമ്മൾ പോകുന്ന വഴിയിൽ കിങ് ജോങ് ഉന്നിൻ്റെയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും ഒക്കെ പ്രതിമകളും ഫോട്ടോകളും ഒക്കെ കാണും. അവയിൽ വളരെ ബഹുമാനത്തോടു കൂടി മാത്രം നോക്കണം. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ചിരിക്കുകയോ മറ്റോ ചെയ്താൽ ആ നിമിഷം തന്നെ നിങ്ങൾ പോലീസ് പിടിയിലാവും. അങ്ങനെ ഒരുപാട് നിബന്ധനകൾ അവർ ആ സംഘത്തിനെ ധരിപ്പിച്ചു. എന്നാൽ പുറത്തിറങ്ങിയ വാമ്പയർ അവിടെയുള്ള ജനങ്ങൾ സാധാരണ ജീവിതമാണ് നയിക്കുന്നത് എന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ പോകെ പോകെ അവൻ പതുക്കെ മനസ്സിലാക്കി അവിടെയുള്ള ജനങ്ങൾ അവരറിയാതെ ഒരു ഭയത്തിൻ്റെ മുൾമുനയിലാണ് ജീവിക്കുന്നത് എന്ന്. വഴിയിലൂടെ സ്കൂൾ വിട്ടുവരുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെ വാമ്പയർ കണ്ടു. അവരുടെ മുഖത്ത് ഒരു കളിയും ചിരിയും ഉണ്ടായിരുന്നില്ല. പട്ടാള ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിൽ വരിവരിയായി കൃത്യമായ ഒരു പരേഡിനെന്ന പോലെ നടന്നു നീങ്ങുന്ന സ്കൂൾ കുട്ടികൾ. സ്കൂൾ കഴിഞ്ഞാലും അവർക്ക് കളികളിൽ ഏർപ്പെടാൻ അവകാശമില്ല. മുതിർന്നവരുടെ കൂടെ ജോലിയിൽ സഹായിക്കണം. 6 മണി വരെ അത് തുടരണം. അതിനുശേഷം വീട്ടിലേക്ക് ആവശ്യമായ വിറക് ശേഖരിക്കാൻ മാതാപിതാക്കളെ സഹായിക്കണം. എല്ലാം കഴിഞ്ഞ് അല്പം TV കാണണമെന്ന് കരുതിയാൽ ഉത്തര കൊറിയൻ സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വാർത്തകളുള്ള ചാനലുകൾ മാത്രമേ അവിടെയുള്ളൂ. വീട്ടിൽ നിർബന്ധമായും കിങ് ജോങ് ഉന്നിൻ്റെയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും ഒക്കെ ഫോട്ടോ വെച്ചിരിക്കണം. ഇല്ലെങ്കിൽ കടുത്ത ശിക്ഷയാണ് അവർ അനുഭവിക്കുക. താൻ എത്തിപ്പെട്ടത് ഏതോ നരകത്തിലാണെന്ന് വാമ്പയറിന് മനസ്സിലായി. പൊതുസ്ഥലങ്ങളിൽ നിറയെ പട്ടാളക്കാർ. ഒരു പട്ടാള ക്യാമ്പിൽ എത്തിയതുപോലെയാണ് വാമ്പയറിന് തോന്നിയത്. അങ്ങനെ പല സ്ഥലങ്ങൾ വാമ്പയറും സംഘവും സന്ദർശിച്ചു. എന്നാൽ പല സ്ഥലങ്ങളിലും വിദേശികൾക്ക് പ്രവേശനം നിഷിദ്ധമായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് തിരികെ ഹോട്ടലിലെത്തിയ അവരോട് ഗൈഡുകൾ മറ്റൊരു നിർദ്ദേശം കൂടി കൊടുത്തു: നിങ്ങളുടെ ഈ ഹോട്ടലിൻ്റെ 5ാം നിലയിലേക്ക് ആരും പോകരുത്. അവിടെ ആർക്കും പ്രവേശനമില്ല. വാമ്പയറിനും സംഘത്തിനും ഒന്നും മനസ്സിലായില്ല. ലിഫ്റ്റിലെത്തിയ വാമ്പയർ അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. ലിഫ്റ്റിൽ 5 എന്ന നമ്പർ പോലുമില്ല. അങ്ങനെ ആഘോഷ പരിപാടികളെല്ലാം കഴിഞ്ഞ് 2017 ജനുവരി 2 എല്ലാവരും തിരിച്ചു പോകാനായി എയർപോർട്ടിലെ ചെക്കിംഗ് നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ വാമ്പയറിൻ്റെ പിന്നിൽ നിന്ന് തട്ടി വിളിച്ചു. തിരിഞ്ഞു നോക്കിയ വാമ്പയറിനോട് അയാൾ കൂടെ ചെല്ലാൻ ആവശ്യപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് ഒന്നും മനസ്സിലായില്ല. എന്തെങ്കിലും ചെക്കിംഗ് നടപടിയാവുമെന്നായിരുന്നു അവർ ആദ്യം കരുതിയത്.
എന്നാൽ ഫ്ലൈറ്റിന് സമയമായപ്പോഴും വാമ്പയറിനെ കാണാത്തതിൽ സുഹൃത്തുക്കൾ ആദിപൂണ്ടു. ആ സമയം ചില പട്ടാള ഉദ്യോഗസ്ഥർ വന്ന് സുഹൃത്തുക്കളോട് വിമാനത്തിൽ കയറാൻ ആവശ്യപ്പെട്ടു. എന്നാൽ വാമ്പയർ ഇല്ലാതെ തിരിച്ചു പോകാൻ വിസമ്മതിച്ച അവരെ പട്ടാള ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി വിമാനത്തിൽ കയറ്റിവിട്ടു. നാട്ടിലെത്തിയ സുഹൃത്തുക്കൾ ചൈനീസ് ടൂർ കമ്പനി വഴി വാമ്പയറിന് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചു. പക്ഷേ ഉത്തര കൊറിയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു മറുപടിയും കിട്ടിയില്ല. തങ്ങളുടെ മകന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ വാമ്പയറിൻ്റെ മാതാപിതാക്കൾ അമേരിക്കൻ സർക്കാരുമായി ബന്ധപ്പെട്ടു. അമേരിക്ക പലതവണ അന്വേഷിച്ചെങ്കിലും ഉത്തര കൊറിയ ഒരു മറുപടിയും നൽകിയില്ല. പകരം അവർ ഒരു CCTV ഫുട്ടേജ് പുറത്തുവിടുകയാണ് ഉണ്ടായത്. തങ്ങളുടെ രാജ്യത്തെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് നുഴഞ്ഞു കയറി അവിടെ നിന്നും രാജ്യത്തിൻ്റെ രഹസ്യ വിവരങ്ങൾ അടങ്ങിയ രേഖ മോഷ്ടിച്ചു കടന്ന ഒരു അമേരിക്കൻ പൗരനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് ലോകം പിന്നീട് അറിഞ്ഞത്. ആ CCTV ഫുട്ടേജിൽ കണ്ട സ്ഥലം വാമ്പയർ താമസിച്ച ഹോട്ടലിൻ്റെ 5th ഫ്ലോർ ആയിരുന്നു. ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് റൂമിൽ പോയ വാമ്പയറിന് അടക്കാൻ കഴിയാത്ത ആകാംക്ഷയായിരുന്നു. എന്തായിരിക്കും 5th ഫ്ലോറിലുള്ളത്? എന്തായാലും അതൊന്ന് കാണണം എന്ന് തന്നെ വാമ്പയർ തീരുമാനിച്ചു. പടിക്കെട്ടുകൾ കയറി വാമ്പയർ 5ാമത്തെ നിലയിലെത്തി. വളരെ നിഗൂഢമായിരുന്ന ആ ഫ്ലോറിൻ്റെ ഭിത്തികളിൽ അമേരിക്കക്കെതിരെയുള്ള പ്രൊപ്പഗണ്ടകൾ ആലേഖനം ചെയ്ത പോസ്റ്ററുകളായിരുന്നു. തൻ്റെ രാജ്യത്തിനെതിരെയുള്ള പോസ്റ്ററുകൾ കണ്ട വാമ്പയർ ഒരുപക്ഷെ പരിസരബോധം മറന്ന് അത് വലിച്ചു കീറിയിട്ടുണ്ടാവാം. ഇതെല്ലാം തന്നെ അനുമാനങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ആർക്കും ഇന്നും അറിയില്ല. താൻ ചെയ്തു പോയ തെറ്റ് എത്ര വലുതാണെന്നും അതിൽ തനിക്ക് പശ്ചാത്താപമുണ്ടെന്നും തന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്നും അയാൾക്ക് തൻ്റെ കുടുംബത്തോടൊപ്പം ഇനിയുള്ള കാലം കഴിയണമെന്നും അയാൾ കരഞ്ഞപേക്ഷിച്ചു. പക്ഷേ കൊറിയൻ കോടതി അതൊന്നും കണക്കിലെടുത്തില്ല. I understand the severity of my crime, and I have no idea what sort of penalty I may face. But I am begging to the Korean people and government for my forgiveness, and I am praying to the heavens so that I may be returned home to my family. Und vermutlich unter massivem Druck, er habe das Plakat stehlen wollen im Auftrag seiner kirchlichen Gemeinde in Wyoming. പിന്നീടെല്ലാം ദ്രുതഗതിയിലായിരുന്നു. ഉത്തര കൊറിയൻ കോടതി വാമ്പയറിന് 14 വർഷം കഠിന തടവും കൂടെ ഹാർഡ് ലേബർ എന്ന ക്രൂര ശിക്ഷാ നടപടികൾ കൂടി ചാർത്തി കൊടുത്തു. ഹാർഡ് ലേബർ എന്നാൽ ഉത്തര കൊറിയൻ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ക്രൂരമായ തടവാണ്. ഇതെല്ലാം അമേരിക്കയ്ക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. എന്നാൽ നിരന്തരമായ അമേരിക്കയുടെ ഇടപെടലിനൊടുവിൽ 1 വർഷത്തിന് ശേഷം ഉത്തര കൊറിയ വാമ്പയറിനെ വിട്ടു നൽകാമെന്ന് സമ്മതിച്ചു. അതിനായി ഒരു സംഘം ഡോക്ടേഴ്സിനെ ഉത്തര കൊറിയയിലേക്ക് വിടണമെന്ന് അവിടുത്തെ സർക്കാർ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് അവിടേക്കെത്തിയ അമേരിക്കൻ ഡോക്ടർമാർ കണ്ടത് കോമ സ്റ്റേജിൽ കിടക്കുന്ന വാമ്പയറിനെയാണ്. ഉറക്കക്കുറവും പന്നിയിറച്ചിയുടെ അമിത ഉപയോഗവും തലച്ചോറിലുണ്ടാക്കിയ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്ന വിചിത്രവാദമായിരുന്നു ഉത്തര കൊറിയൻ ഡോക്ടേഴ്സ് നൽകിയത്. എന്നാൽ അമേരിക്കൻ ഡോക്ടർമാർക്ക് ഒന്ന് മനസ്സിലായി, വാമ്പയർ പൂർണ്ണമായും കോമ സ്റ്റേജിലായിട്ടില്ല. അങ്ങനെ 2017 ജൂൺ 13 രാത്രി 10 മണിക്ക് വാമ്പയറിനെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം അമേരിക്കയിൽ ലാൻഡ് ചെയ്തു. ഒരുപാട് സ്വപ്നങ്ങളുമായി ഉപരിപഠനത്തിന് പോയ മകൻ ഒരു ജീവച്ഛവമായി തിരിച്ചു വരുന്നത് കണ്ടു നിൽക്കാനാവാതെ വാമ്പയറിൻ്റെ മാതാപിതാക്കൾ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വാമ്പയറിന് അധിക സമയം വേണ്ടി വന്നില്ല. ഉത്തര കൊറിയയിൽ നിന്ന് വന്ന പിറ്റേ ദിവസം തന്നെ വാമ്പയർ ഈ ലോകത്തോട് വിട പറഞ്ഞു. വാമ്പയർ കണ്ട ആ 5ാം നമ്പർ ഫ്ലോറിലെ നിഗൂഢ രഹസ്യം ഒരിക്കലും പുറം ലോകം അറിയാതിരിക്കാൻ ഉത്തര കൊറിയ ചെയ്ത കടുത്ത മനുഷ്യത്വരഹിതമായ ക്രൂരതകളാണ് പിന്നീട് പുറത്തു വന്നത്. കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ക്രൂരമായ ശാരീരിക പീഡനത്തിന് പുറമെ പലതരത്തിലുള്ള മെഡിക്കൽ പഠനത്തിനായി വാമ്പയറിൻ്റെ ശരീരം ഉപയോഗിച്ചു. പലതരത്തിലുള്ള മരുന്നുകൾ അവനിൽ പരീക്ഷിച്ചു. ഒടുവിൽ തലച്ചോറിൻ്റെ എല്ലാ സെൻസും നഷ്ടപ്പെട്ട് മരണമുറപ്പായ സമയം അമേരിക്കയ്ക്ക് അവനെ തിരിച്ചു നൽകാൻ തീരുമാനിച്ചു. അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു വാമ്പയർ ഇനി ഒരിക്കലും ഒന്നും സംസാരിക്കില്ല എന്ന്. വാമ്പയറിൻ്റെ മരണം കണ്ട് ഉള്ളിൽ ഒരു അപഹാസ്യ ചിരിയോടെ മൃഗതുല്യനായ കിം ജോങ് ഉൻ വീണ്ടും ഭരണം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് ഉത്തര കൊറിയയ്ക്കെതിരെ മനുഷ്യാവകാശ ലംഘനത്തിനടക്കം കേസ് കൊടുത്തു വാമ്പയറിൻ്റെ മാതാപിതാക്കൾ. എന്നാൽ ഈ കേസിൽ ഉത്തര കൊറിയ ഹാജരാകാത്തതുകൊണ്ട് തന്നെ വാമ്പയറിൻ്റെ മാതാപിതാക്കൾക്ക് അനുകൂലമായി വിധി വന്നു. $501 മില്യൺ വാമ്പയറിൻ്റെ ഫാമിലിക്ക് നഷ്ടപരിഹാരമായി നൽകണമെന്നായിരുന്നു ആ വിധി. അമേരിക്കൻ ഫെഡറൽ കോർട്ടിലാണ് ഈ വിധി വന്നത്. അതിനാൽ തന്നെ ഉത്തര കൊറിയ അതിന് പുല്ലുവിലയാണ് നൽകിയത്. എന്നാൽ അമേരിക്കൻ സർക്കാർ ഇതിന് പ്രതികാരമായി ഉത്തര കൊറിയയുടെ ഒരു ചരക്ക് കപ്പൽ പിടിച്ചെടുക്കുകയും അത് വിറ്റ് കിട്ടിയ പണം മുഴുവൻ വാമ്പയറിൻ്റെ ഫാമിലിക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ വർഷങ്ങളായി അമേരിക്കയും നോർത്ത് കൊറിയയും തമ്മിലുള്ള ശത്രുതയിലെ ഒരു കറുത്ത അധ്യായമായി മാറി ഓട്ടോ വാമ്പയറിൻ്റെ ജീവിതം.
ഈ സംഭവത്തെക്കുറിച്ചും ഉത്തര കൊറിയയെക്കുറിച്ചുമൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കേണ്ടതാണ്. ഇതുവരെയുള്ള നമ്മളുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹിസ്റ്റോമീറ്ററിനെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നമസ്കാരം. Histometer, Journey Through History.